വിദേശ രാജ്യത്തെ സ്വദേശങ്ങളിലുമൊക്കെ അന്യായമായ തടങ്കലിൽ കിടക്കുന്നവർ ന്യായമായ തടങ്കലിലാണെങ്കിൽ പോലും അവിടെ ശിക്ഷയുടെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് സ്വാധീനമില്ല, പണമില്ല, ഇല്ലാത്തതുകൊണ്ട് ജീവിതം പെട്ടുപോയവര്, പലതരത്തിലുള്ള തെറ്റാണെന്നറിയാതെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് നിയമത്തിൻ്റെ ശിക്ഷ മേടിച്ച് ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. സ്തുതിക്കട്ടെ. രണ്ട് പ്രളയങ്ങള്, 2 കൊറോണ, 2 വർഷത്തെ കൊറോണ, ഇതെല്ലാം വന്ന് ജനങ്ങളുടെ സാമ്പത്തികമായി തകർന്ന് ബാങ്കിൻ്റെ പലിശ ഒരു വരുമാനം ഇല്ലാത്ത കാരണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പാർലമെൻറ്റ് തീരുമാനം പോലും ബാങ്കിന് അനുകൂലമാണ്. ഇനി നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല, ബാങ്കിന് നേരിട്ട് ജപ്തി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾക്ക് ജനതങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആരാധന കണ്ണീരിടണത്. കർത്താവ് നിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കും, കർത്താവ് നിൻ്റെ കണ്ണീരിനെ ഏറ്റെടുക്കും എന്ന് ആഴമായ വിശ്വാസ ബോധ്യമുള്ളവരെ കൈവർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഏറ്റുപറയുന്നു. നിന്നെ സ്നേഹിച്ചിടും, നിന്നെ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നീനച്ചു വാഴും, എന്നിലേഴുന്നള്ളണേ സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. സന്തോഷമായിട്ടിരിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ കൈനീട്ടിക്കൊണ്ട് കർത്താവിൻ്റെ വചനാഭിഷേകം ഉണ്ടാകാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ അഭിഷിക്തനെ യേശുവേ നീ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അങ്ങയുടെ അഭിഷിക്തനിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലെയും യേശുവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബിബിൻ്റെ വിഷയം എന്താ വെച്ചാൽ, ബിബിനെ എന്താ ചെയ്തതെന്നറിയാവോ? ബിബിൻ ചെയ്തത്
പത്രം കോവിഡ് കാലത്താണ് ഇവിടെ വരണത്. ഇവൻ ഈ 3-4 പേരൊക്കെ പല ദിവസങ്ങളൊക്കെ അവന് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഈ അമ്മയെ തിരക്കി ഇവിടെ വരും. അപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുക. അപ്പോൾ വാദിക്കാതിരിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാവും പോകും. അവൻ്റെ ബിടെക് കാര്യങ്ങളും പരീക്ഷകളൊക്കെ അവൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്യും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് അവർ ഈ തീർത്ഥാടന ഉടമ്പടി ചെയ്യണമെന്ന് വെച്ചാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവം ലൈനിലാവും. അവൻ്റെ വാക്കുകൾക്ക് അവൻ്റെ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആദ്യം ഇവന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഇവൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വൈ ഉടമ്പടി, എന്തുകൊണ്ടാണ് ഉടമ്പടി എന്ന് നിങ്ങൾ അറിയണം. എവിടെയാണ് ഉടമ്പടി തുടങ്ങേണ്ടത്? വാട്ട് ഈസ് ദ കോസ് ആൻഡ് സ്പേസ് ഓഫ് ദി കവനൻറ്റ്? എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഉടമ്പടിയുടെ? അത് നമ്മുടെ ഡീമെറിറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയുടെ കാരണം നമ്മൾ എന്തിനാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്? നമ്മുടെ മെറിറ്റ് ലൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യുക. നമുക്കറിയാമല്ലോ, ഇപ്പോഴും ഞാനിവിടെ OIT, MOH, AHAD, PSC, ബിടെക്കാരൊക്കെ എല്ലാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞായറാഴ്ച മാത്രമേ ഞാൻ ആൾക്കാരെ കാണാതെ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും കാണാം. പക്ഷേ നിങ്ങൾ കാര്യം ചെയ്യണം, ഞാനിവിടെ ഉണ്ടോ ഇല്ലേ എന്ന് വിളിച്ച് നോക്കി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. കാര്യം എനിക്ക് ബിഷപ്പ് ഹൗസിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങളായിപ്പോൾ. തന്നെയല്ല, പല സ്ഥലങ്ങളിൽ കൃപാസനത്തിന് ശുശ്രൂഷകളല്ല പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾക്ക് എനിക്ക് ബൈ പേഴ്സൺ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റാണ് 1-2 എണ്ണം. അപ്പോൾ ഗവൺമെൻറ് ഓഫീസർമാർ വിസിറ്റ്, ഇപ്പോൾ സിമിത്തേരി പണിയുന്നുണ്ട് എൻ്റെ പള്ളിയിൽ ഇടവക, അതെല്ലാം റിമോട്ടിൽ ചെയ്യുകയാണ്. പക്ഷേ ചില ദിവസങ്ങൾ ഞാൻ ചെല്ലേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ മസ്റ്റ് പോകുമ്പോൾ അത് എൻ്റെ മക്കളൊന്ന് അറിയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് 9447285400 വിളിച്ച് ചോദിക്കും. അതാണ് നമ്പർ. അത് ആ നമ്പറിൽ വേറെ ആരും വിളിച്ചെടുക്കത്തില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ അച്ഛൻ നാളുണ്ടോ, രോഗിയെ കൊണ്ടുവരാനാണെന്ന് പറയണം. അത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാകത്തില്ല. ചില ആൾക്കാരെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത ദിവസം വന്ന് പോകും. ഇപ്പോഴേ വിഴിഞ്ഞ സമരം നടക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി കരിദിനത്തിൻ്റെ ദിവസം ഞങ്ങൾ വേറെ സമരം കളക്ടറേറ്റ് ധർണയ്ക്ക് പോയി. ഇപ്പോൾ ഇന്നലെ ജയശങ്കറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതായത് ഞാൻ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന്. കാര്യം ഈ കൊച്ചി തുറമുഖത്തിൻ്റെ വരവോടുകൂടിയാണ് 100 കിലോമീറ്ററിൽ 5 കിലോമീറ്റർ വീതിയിലും 100 കിലോമീറ്റർ നീളത്തിലും കേരളത്തിന് ഈ കൊച്ചി ആലപ്പുഴ മേഖലയെ തീരം നഷ്ടപ്പെട്ടത്. ആ സർക്കാർ വികസനത്തിൻ്റെ പേരിൽ ഇരകളായി പോയതാണ്. ഒരു വീടിന് മനോരമയിൽ കഴിഞ്ഞ ദിവസങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ 1922 100 കൊല്ലം മുമ്പ് ഒറ്റ കടൽക്ഷോഭത്തിൽ ഒരു വീടിന് 2000 തെങ്ങ് നഷ്ടപ്പെട്ടെന്ന്. ഇപ്പോൾ സാമ്പത്തികമായ തകർച്ച അങ്ങനെ എത്രയോ വീടുകൾക്ക് പോയി, കരകൾ പോയി, തെങ്ങുകൾ പോയി, വീടുകൾ പോയി, എല്ലാം കടലൊഴിച്ചു പോയത് ഒരു തുറമുഖം ഉണ്ടാക്കിയാണ്. വിഴിഞ്ഞം പോലെ ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിന് വി ആർ നോട്ട് എഗൻസ്റ്റ്. മേരി മാഗ്ഡലിൻ പള്ളിയും ഒരു ഇടവക അങ്ങനെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് കൊടുത്തൊരു സഭയാണിത്. നിരുപാധികം ഒഴിഞ്ഞു കൊടുത്തതാണ്. അപ്പം വി ആർ നോട്ട് എഗൻസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വികസനത്തിനെതിരല്ല. പക്ഷേ എന്താ വേണ്ടത്? ജീവിക്കാനുള്ള അവകാശമാണ്. പിറന്ന മണ്ണിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. ആ പോരാട്ടം ഇനി നേരെ കടലോരം മുഴുവൻ നടക്കും. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് കുടിയേറ്റ അവിടെയുള്ളവരെല്ലാവരും ഇന്നലെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ഈ സമരം നിസ്സാരമല്ലെന്നാണ്. എവിടെയെല്ലാം ഇങ്ങനെ വികസന കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമാകുന്നുവോ അവിടെയെല്ലാം അവകാശങ്ങൾ കൊണ്ട് പോരാടാനുള്ള ബാധ്യത ബേസിക്കായിട്ട് ക്രിസ്ത്യാനിക്കുണ്ട്. ശരിക്കും അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് നീതിക്ക് വേണ്ടിയുള്ള നിലവിളി, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, ഇതെല്ലാം സുവിശേഷ പുണ്യമാണ്. ഈശോ എത്രയോ പ്രാവശ്യം നേരത്തെ പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തരാക്കപ്പെടും. അപ്പോഴപ്പോഴായാലും അത് കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കേണ്ട ഒരു സമയം വരുമ്പോൾ, നീതിക്ക് വേണ്ടി കരയേണ്ട ഒരു സമയം വരുമ്പോൾ വിശക്കും കരയുകയും അത് നമ്മുടെ പ്രതിഷേധവും പ്രതിരോധവുമായിട്ട് അധികാരസ്ഥാനങ്ങളിൽ അറിയിക്കുകയും ചെയ്യാം.
അപ്പം അങ്ങനെയുള്ള ചില സമയത്തൊക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ അച്ഛൻ ഉണ്ടാകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ 30 കൊല്ലമായിട്ട് കൃപാസൻ ഇൻവെസ്റ്റാണ്. 87 മുതൽ ഞാൻ ഈ വിഷയത്തിന് ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി പോകാൻ കാരണം. 1.25 ലക്ഷം രൂപ മറ്റേ ഹൈക്കോടതി പോയിരിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും വിഷയം സീരിയസ് ആയത്. നമുക്ക് അതായത് 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് വേണ്ടത്. ഇപ്പം ഗർഭിണികൾക്ക് കടലോരത്തെ ഗർഭിണികൾക്കൊന്ന് പ്രസവിച്ച് കിടക്കാൻ മാന്യമായ ആശുപത്രി ഉണ്ടോ? ഇവിടെ ആരും കൈ നീട്ടേണ്ട ഒരു കാര്യം തീരത്തിന് ഇല്ലായിരുന്നോ? കല്യാണം വരെ കടലിൽ കൂടി കൊണ്ടുപോയൊരു കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സമർത്ഥമായിരുന്നു. ഒരു കുടുംബത്തിന് വനപരം എഴുതിയിരിക്കണം, ഒരു കുടുംബത്തിന് 2000 തെങ്ങേ ഒറ്റ കൊച്ചി തുറമുഖം തുടങ്ങിയപ്പോൾ അതിൻ്റെ ബ്രിസ്റ്റോ സായിപ്പ് അതിൻ്റെ ഡ്രഡ്ജിങ് തുടങ്ങിയപ്പോൾ അന്നുണ്ടായ ആക്രമണമാണ്. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയത്. കോടതി അനുകൂലമായ വിധി തന്നു. ഓൾ ഗ്രീവിയൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റലി. 100 കൊല്ലമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ വേദനകൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം അതുകൊണ്ടാണ് ഇന്നലെ ജയശങ്കരൊക്കെ ഈ കോടതി വിധി ഡിസ്കസ് ചെയ്തത് വീഡിയോയിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആത്മീയ ബോധവും ഭക്തിബോധമൊക്കെ നല്ലതാണ്, പക്ഷേ അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത സുവിശേഷ പരതയുടെ ഭാഗമാണ്, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ആ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്യുന്നതൻ നീ, നിന്നിൽ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമൻ ദൈവമെന്നും. അപ്പോൾ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമ്മളെന്താ ചെയ്യണത്? നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുകയാണ്. അത് ഓർക്കണം. അല്ല ഞങ്ങൾ പറഞ്ഞ് നിങ്ങളോട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മോന്തം കയറ്റി അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ ഒപ്പിച്ചെടുക്കരുത്. അത് പ്രേക്ഷിത പ്രവർത്തനം അല്ല. അത് ശരിക്കും പിന്നെ എന്താ, അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രത്യാശയുടെ ഭാഗമാണ്. ആരുടെ പ്രത്യാശ? ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള പ്രത്യാശ. ദൈവം എന്നോട് വിശ്വസ്തത കാണിക്കും. എൻ്റെ ജോലി, വീട്, വിവാഹം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ അസമാധാനങ്ങളും, കോടതിയിലെ കേസ്, വിവാഹമോചനത്തിൻ്റെ കേസ്, വീട്ടിലുണ്ടാകുന്ന അലോക്യങ്ങളും, കുട്ടികളില്ലാത്ത അവസ്ഥകളും, കുട്ടികൾ ഉള്ളതിൻ്റെ അവസ്ഥകളും, ഇങ്ങനെ എൻ്റെ കണ്ണീരിൻ്റെ ഓരോ കാരണങ്ങൾക്കും ദൈവം ഇടപെടും. അതിന് അവൻ എന്നോട് വിശ്വസ്തത കാണിക്കും എന്നുള്ള എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാണ് ഹെബ്രായർ 10:23 പറയണത്. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവനായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ദൈവമായിട്ടാണ് നമ്മളൊരു കക്ഷി. ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അല്ലേ? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമുക്ക് വല്ല യോഗ്യത ഉണ്ടോ? അതാണ് ഈ അച്ഛന്മാരൊക്കെ ആദ്യകാലങ്ങളിൽ, ചില അച്ഛന്മാരെ, എല്ലാ അച്ഛന്മാരും അല്ലേ, ഇപ്പോൾ സഭയ്ക്ക് മുഴുവൻ മനസ്സിലായി നല്ല പ്രാർത്ഥനയാണ്, ജനങ്ങളെ വിശുദ്ധീകരിക്കുന്നുണ്ട്, സുവിശേഷം സാക്ഷീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം എനിക്ക് ആദ്യകാലം പോലുള്ള വിമർശനങ്ങളില്ല. പണ്ടെനിക്ക് എപ്പോഴും അച്ഛന്മാർ ഓരോരുത്തരൊക്കെ വാട്സപ്പിലൊക്കെ ഓരോ മെസ്സേജൊക്കെ വിടുമായിരുന്നു. ചില സമയത്തൊക്കെ എന്നെ പിതാവ് വിളിക്കുമായിരുന്നു, അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിതാവ് എന്നോട് പക്ഷേ എപ്പോഴും എന്നോട് വളരെ വാത്സല്യത്തോടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഉപദേശം നിർദ്ദേശം നൽകി ചേർത്ത് നിർത്തുകയുള്ളൂ. എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും വരുന്നൊരു വിഷയം, ഇപ്പോൾ നമ്മൾക്ക് ഒരു വിഷയമുണ്ടായി. ഈ വിഷയം ചില സമയത്ത് നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങണമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്? നമ്മൾക്കുണ്ടായിരുന്ന വിഷയം നമ്മുടെ മെരിറ്റിൽ ഒതുങ്ങാത്തപ്പോഴാണ് ഉടമ്പടി ചെയ്യണത്.
നിങ്ങൾക്കറിയാമല്ലോ. മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യത. ഗതികേട് കൊണ്ട് ഞാൻ ചില സമയത്ത് ഈ സാധനമൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, കാരണം ഇംഗ്ലീഷ് വാക്കാണ് പറയണത്. പക്ഷേ ചേച്ചിമാർക്ക് ചിലർക്ക് മെറിറ്റ് എന്താണെന്നൊക്കെ ഒന്നും അറിയാൻ പറ്റും. അച്ഛൻ ഇതിനെക്കുറിച്ചാണ് പറയണത് പോലെ അറിയാം. അത് യോഗ്യത. ഒരു വിഷയം നടക്കണമെങ്കിൽ നിങ്ങളുടെ വീട് വെക്കുക, നിങ്ങൾക്ക് വിവാഹം കഴിക്കുക, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക, നിങ്ങൾക്ക് ജോലി കിട്ടുക, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുക, നിങ്ങൾ ബിസിനസ്സിലേക്ക് പോവുക, നിങ്ങളുടെ വിസ അടിച്ചു വരിക, ഇങ്ങനെ ഓരോ ഈവൻസിന് 2 കാര്യങ്ങൾ വേണം. എന്ത് വേണം? മെറിറ്റ് ആൻഡ് ഗ്രേസ് വേണം, അല്ലേ? അത് നമുക്ക് യോഗ്യത ഉണ്ടാകണം, പിന്നെ എന്താണ്? വരപ്രസാദം ഉണ്ടാകണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? വൈ കവനൻ്റ്? എന്തുകൊണ്ടാണ് കവനൻ്റ്? നമ്മൾക്ക് ചില സമയത്ത് മെറിറ്റിൽ ചില സമയത്ത് നമ്മൾക്ക് കുറവായിരിക്കും മെറിറ്റ്. സാൽബി വർഗീസ്, കൊരട്ടി ഇടവകയിൽ നിന്ന് ഇവിടെ വന്ന് 2022 ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈശോയിലൂടെ നൽകി തന്നു. അതിൽ പ്രധാനപ്പെട്ട 2 സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മകൾ 14 വയസ്സിൽ എൻ്റെ മകൾക്ക് ബ്രെയിൻ ട്യൂമർ, ഏക മകളാണ്. മകൾക്ക് ബ്രെയിൻ ട്യൂമർ വന്ന് 2 ഓപ്പൺ സർജറി കഴിഞ്ഞു. ഒത്തിരി ചെറിയ ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞു. 15 വർഷം ഇപ്പോൾ കഴിഞ്ഞു. ഒത്തിരി ഗുളികകൾ കഴിക്കുന്നുണ്ടായി. ആ ഗുളികകൾ ഒന്ന് കുറച്ച് കിട്ടുവാൻ വേണ്ടി കയ്യിൽ പിടിച്ചിട്ട് അവൾ ഒത്തിരി കരയുമായിരുന്നു. ഈ ഗുളികകൾ എനിക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കണമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ അതൊന്ന് കുറച്ച് കിട്ടിയായിരുന്നെങ്കിൽ. ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്നു, ആ മെഡിസിനൊക്കെ ഒന്ന് കുറച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നെ സ്കാനിങ്ങിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ ചെയ്ത സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ട്യൂമറിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെഡിസിനുകൾ ഡോസ് കുറച്ച് ഇപ്പോൾ വളരെ ചെറിയൊരു ഡോസ് മാത്രമേ ഉള്ളൂ. എല്ലാ മെഡിസിനുകളും നിർത്തി ഒരു ചെറിയ ലെവീപ്പിൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഡോസ് മരുന്ന് മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ സഹോദരൻ 52 വയസ്സുണ്ടായിരുന്നു. വിവാഹാലോചന 26 വയസ്സ് മുതൽ ആലോചിക്കുന്നതാണ്, ഒന്നും നടക്കില്ലായിരുന്നു. ഇപ്പം എൻ്റെ അമ്മച്ചിക്കും അപ്പച്ചനും പ്രായമായി. അപ്പച്ചന് 90 വയസ്സും അമ്മച്ചിക്ക് 80 വയസ്സുമായി. അവർക്കൊന്നും പറ്റാത്ത രീതിയായി. അപ്പോൾ ഞങ്ങൾ 3 സഹോദരികളുണ്ട്. എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും എൻ്റെ സഹോദരിയും ബഹ്റിനിലുള്ള സഹോദരിയും വന്നപ്പോൾ 2 പേരും കൂടി വന്ന് സഹോദരനൊരു വിവാഹം നടക്കുവാൻ വേണ്ടി ഉടമ്പടി എടുത്തു. 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിവാഹം നടന്നു. അതിനുശേഷം 3 മാസം ആകുന്നതിന് മുമ്പ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായി വിവാഹം കഴിക്കാൻ. അപ്പോൾ എനിക്കൊരു പിന്നാട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവൾ പ്രഗ്നൻ്റാണ്. ആദ്യത്തെ സ്കാനിങ്ങിൽ പറഞ്ഞു കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല, അപ്പോൾ തന്നെ അബോർട്ടായി പൊക്കോളും, അല്ലെങ്കിൽ മരുന്ന് വെച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കാശ് രൂപം ഉണ്ടായിരുന്നു, അത് വെച്ച് പ്രാർത്ഥിച്ചു. ഉപ്പും വെച്ച് പ്രാർത്ഥിച്ചു. ഉപ്പൊക്കെ ഭക്ഷണത്തിലിട്ട് കൊടുത്തിരുന്നു. കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കിട്ടണേ അടുത്ത സ്കാനിങ്ങിൽ, അല്ലെങ്കിൽ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. ഇന്നലെ സ്കാൻ ചെയ്തു, അതിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട്, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് അത് സാക്ഷ്യം പറയാൻ വേണ്ടി എത്രയും വേഗം വന്നതാണ്. ഇന്ന് തന്നെ വന്നു. ഇന്നലെയാണ് അത് അറിഞ്ഞത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് പാർവതി. ഞാൻ അഞ്ചൽ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ അന്ന് ഇവിടെ വന്ന ദിവസം തന്നെ എനിക്കൊരു രോഗസൗഖ്യം ഉണ്ടായി. അതായത് എനിക്ക് ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഗ്യാസ്ട്രൈറ്റിസ് അല്ല, പക്ഷേ എൻ്റെ ഫുഡ് പൈപ്പും സ്റ്റൊമക്കും കൂടെ ചേർന്ന സ്ഥലത്ത് സ്വിഞ്ചറുണ്ട്. അപ്പോൾ അത് ലൂസായിരുന്ന കാരണം എപ്പോഴും ഗ്യാസ്ട്രിക് കണ്ടൻസ് മുകളിലോട്ട് വരും. ഗ്യാസൊക്കെ മുകളിലോട്ട് എപ്പോഴും സംസാരിക്കാൻ കൂടി പറ്റില്ല, എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ച് എൻഡോസ്കോപ്പി ചെയ്തു. ഡോക്ടർ പറഞ്ഞത് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാനേ പറ്റുന്നുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഇഷ്യൂവേ ഇല്ല.
അതെൻ്റെ ആദ്യത്തെ ഒരു സാക്ഷ്യം. പിന്നെ രണ്ടാമത് എൻ്റെ എലിജിബിലിറ്റി ലെറ്ററിൻ്റെ കാര്യമാണ്. ഞാൻ നേഴ്സാണ്. അപ്പോൾ ആദ്യം ഞാൻ സൗദി വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് നടക്കുമായിരുന്നു. ആ സമയത്ത് കോവിഡ് ടൈം ആയ കാരണം ഒരു 2 ഇയേഴ്സൊക്കെ ഒത്തിരി ലാഗ് ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടന്നത്. അപ്പോൾ ലാസ്റ്റ് എല്ലാം ഒത്തിരി ടൈമും എല്ലാം കളഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് എന്നോട് ഏജൻസി എന്ന് പറയുന്നത് എലിജിബിലിറ്റി ലെറ്റർ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിൽ നേരത്തെ വർക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു നെഗറ്റീവ് ഡേറ്റ ഫ്ലോയിലൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടൊരു സർട്ടിഫിക്കറ്റിൽ ഉണ്ടായ പ്രോബ്ലമാണ്. അപ്പം അത് GCC കൺട്രീസിൽ ഒരു സ്ഥലത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ നേരെ ഇവിടെ വന്നു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏജൻസിയോട് ഞാൻ ചോദിച്ചു, നമുക്ക് ഇത് നെഗറ്റീവ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മീൻസ് നെഗറ്റീവ് ഉണ്ടെന്ന് എനിക്കും അറിയാം, ഏജൻസിക്കും അറിയാം, DHAക്കും അറിയാം. പക്ഷേ എങ്കിലും ഞാൻ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ, ജസ്റ്റ് അങ്ങനെ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഏജൻസി എന്ന് പറഞ്ഞു ഒരിക്കലും അത് പറ്റില്ല, അത് അവരെന്തായാലും അത് കണ്ടുപിടിച്ചുകൊണ്ടാണല്ലോ അത് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്, അത് കാരണം നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രി നോക്കിക്കോ എന്നാണ് എൻ്റെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. കാരണം 2 വർഷം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഇല്ല എന്ന് പറയുമ്പം പിന്നെ പെട്ടെന്നൊന്നും നോക്കാനൊന്നും ടൈമും ഇല്ലായിരുന്നു. കാരണം ടിക്കറ്റും എടുത്ത് പോകാനായിട്ട് എല്ലാം റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഏജൻസിക്ക് ഞാൻ മെയിൽ അയച്ചു, ഇത് നിങ്ങൾ ഇല്ലയെന്ന് തന്നെ പറഞ്ഞു. കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്തായാലും നമ്മൾ ബാൻ ചെയ്യും. അപ്പോൾ ഇല്ലെന്ന് ജസ്റ്റ് പറഞ്ഞു, മതവും നോക്കിയോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല. 3 വീക്സ് ആയപ്പോഴത്തേക്ക് ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്ഭുതമാണ്, വേറെ ആർക്കും ഇങ്ങനെ വന്നിട്ടില്ല, എനിക്ക് എലിജിബിലിറ്റി ലെറ്റർ അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു, പണ്ട് ഞാൻ പഠിച്ചപ്പോൾ എടുത്താൽ അത് അടയ്ക്കാൻ പറ്റാതെ, അതായത് അവരത് SBI നിന്ന് എടുത്തെങ്കിലും അത് റിലയൻസിന് കൊടുത്തിട്ട് നമുക്ക് അടയ്ക്കണമെന്ന് ചോദിച്ചപ്പോഴും അടയ്ക്കാൻ പറ്റാത്ത രീതി ഒരു വല്ലാത്തൊരു ഇത് കിടക്കുമായിരുന്നു. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ ഇങ്ങനെ ലെറ്റർ അയച്ചു, 3 lakhs എടുത്തത്, പക്ഷേ ഒരു 9 lakhs അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, ഇവിടെ വന്നു, നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 2.5 lakhs ആക്കി അവർ അത് കുറച്ച് തന്നു. പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ DHA എക്സാം ആയിരുന്നു. അപ്പോൾ DHA എക്സാമിന് ഞാൻ എന്താ പറയുക, DHA എക്സാമിന് നന്നായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇവിടെ എന്താ പറയുക, എക്സാമിന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പ്രിപ്പയർ ചെയ്യാനൊക്കെ. അപ്പോൾ എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാം വളരെ ഈസി ആക്കി തന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നെ കുഞ്ഞിന് 9 വയസ്സുണ്ട്, അവന് ടോൺസിലിൻ്റെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം എല്ലാ മാസത്തിലും ടോൺസിലിൻ്റെ 2 times ഒക്കെ ടോൺസിൽ വരുന്നൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണം എന്നാണ്. അപ്പോൾ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അവനും ഭയങ്കര പേടി, പിന്നെ വലിയ ബുദ്ധിമുട്ടാണല്ലോ സർജറി കുഞ്ഞു പിള്ളേർക്ക്. അപ്പോൾ അങ്ങനെ സർജറി എങ്ങനെയൊന്ന് ഒഴിവാക്കി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കിട്ടി. അവനിപ്പോൾ 1 year ആയിട്ട് അതിൽ കൺട്രോളായി പോകുന്നുണ്ട്. പിന്നെ എനിക്കൊരു 3 months ആയിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലൊരു വയറുവേദന ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാന് എടുക്കുമ്പം നോർമലാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അത് കംപ്ലീറ്റ്ലി നോർമലായിട്ടുണ്ട്. പിന്നെ HbA1c നോർമലായി. എനിക്കൊരു ചെറിയൊരു ഫാറ്റി ലിവർ പണ്ടുണ്ടായിരുന്നു, ഒരു 4-5 years മുന്നേ. അപ്പോൾ എന്തായാലും അത് കൂടിക്കാണും എന്ന് വിചാരിച്ച് ഞാൻ സ്കാൻ എടുത്തത്, പക്ഷെ അതും കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം, അതെൻ്റെ അമ്മയായിരുന്നു ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചത്. അതിന് ഒരു 3 months നമ്മൾ ഉടമ്പടി എടുത്ത് ലാസ്റ്റ് ഡേയിൽ തന്നെ അവൻ്റെ കല്യാണം ഫിക്സായി. ഇത്ര അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് യേശുക്ക് ഒരുപാട് നന്ദി. പിന്നെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഇവിടെ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. അതിന് എല്ലാ അനുഗ്രഹങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് പ്രാർത്ഥനയിൽ നിലനിൽക്കാനും പ്രത്യാശയോട് ജീവിക്കാനും വിശ്വസ്തതയിൽ നിലനിൽക്കാനും ഒക്കെ ഉള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിനി ജോഷി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ അതിരിപ്പള്ളിക്കടുത്ത് വെറ്റിലപ്പാറയിൽ നിന്ന് വരുന്നു. 27/6/2019 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്.
എൻ്റെ ഉടമ്പടിയിൽ 6 നിയോഗങ്ങളാണ് ഞാൻ ആദ്യമായി വെച്ചിരുന്നത്. അതിൽ 3 കാര്യം അമ്മ മാതാവ് എനിക്ക് നിറവേറ്റി തന്നു. ഞങ്ങൾക്ക് 20 വർഷമായിട്ടും സ്ഥലം ആധാരം രജിസ്റ്റർ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്നത്, അമ്മ മാതാവേ, എൻ്റെ സ്ഥലം രജിസ്റ്റർ ചെയ്യുവാൻ എനിക്ക് സാധിച്ചു തരുമെന്ന്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ പേരിൽ ആക്കിയെടുക്കുവാൻ സാധിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പും തൈലവും പറമ്പിന് ചുറ്റും ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി. അതിൻ്റെ ഫലമായാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങളുടെ പേരിലാക്കുവാൻ സാധിച്ചത്. പിന്നെ ഞങ്ങളുടെ പേരിൽ ഒരു വഴി തർക്കം എപ്പോഴും നിലനിന്നിരുന്നു. ഞങ്ങൾ അയൽവാസികളുമായിട്ട് എപ്പോഴും ആ വഴി തർക്കവും കേസുമായി കോടതിയിൽ രജിസ്റ്റർ ചെയ്ത് കിടക്കുകയായിരുന്നു 20 വർഷമായിട്ട്. അപ്പോൾ എൻ്റെ മകളുടെ വിവാഹത്തിന് ലോൺ ലഭിക്കണമെങ്കിൽ നമ്മൾ ഒറിജിനൽ ആധാരം ബാങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ എതിർകക്ഷികൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കേസ് പിൻവലിക്കില്ല, അപ്പോൾ നമ്മൾക്ക് ആധാരം കോടതിയിൽ നിന്ന് ലഭിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എൻ്റെ മകൾക്ക് വിവാഹം നടക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ലോൺ ലഭിക്കുകയുള്ളൂ. അവർ ഈ കേസ് പിൻവലിച്ച് ഞങ്ങൾക്ക് ആ ആധാരം ലഭിക്കണം. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ആധാരം ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾക്ക് ലോൺ പാസ്സാവുകയും ഞങ്ങളുടെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കുകയും ചെയ്തു.